നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂട്ടിലും കിഴികിലുമായി മുന്നണികൾ. അന്തിമ വോട്ട് ശതമാനം കിട്ടിയ ശേഷമുള്ള വിലയിരുത്തലിൽ UDF ക്യാമ്പിലാണ് ആത്മവിശ്വാസം കൂടുതൽ. നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. 75.27% പോളിംഗാണ് മണ്ഡലത്തിൽ അന്തിമമായി രേഖപ്പെടുത്തിയത്. ഇത് ഇവിടുത്തെ റെക്കോർഡാണ്. അമരമ്പലവും കരുളായിയും ഒഴികെ ബാക്കി 6 തദ്ദേശ സ്ഥാപനങ്ങളിലും ഷൗക്കത്തിന് ലീഡ് ഉറപ്പെന്നാണ് UDFിന്റെ അവകാശവാദം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഇനിയും കൂടും. ലീഗ് വോട്ടിൽ അട്ടിമറി നടന്നെന്ന പ്രചാരണം PV അൻവറും ഇടതുമുന്നണി നടത്തുന്നുണ്ടെങ്കിലും അത് തെറ്റിദ്ധാരണയെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത്. ലീഗ് വോട്ടുകളെല്ലാം ആര്യാടൻ ഷൗക്കത്തിന് തന്നെ പോൾ ചെയ്തിട്ടുണ്ടെന്നും ലീഗ് നേതൃത്വം പറയുന്നു. എന്നാൽ അവസാന നിമിഷം നേരിയ വോട്ടിന് കടന്നുകൂടാമെന്നാണ് ഇടത് ക്യാമ്പ് പ്രതീക്ഷ വെക്കുന്നത്. 1800-നും 2000-നും ഇടയിൽ സ്വരാജ് ഭൂരിപക്ഷം നേടുമെന്നാണ് LDFിന്റെ കണക്കുകൾ പറയുന്നത്. വഴിക്കടവിലും എടക്കരയിലും മൂത്തേടത്തും UDF മുന്നിലെത്താം. എന്നാൽ പോത്തുകല്ലിലും കരുളായിലും അമരമ്പലത്തും നിലമ്പൂർ നഗരസഭയിലും കൃത്യമായ ലീഡ് സ്വരാജിനുണ്ടാവുമെന്നും ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പെന്നും ഇടതുമുന്നണി നേതാക്കൾ പറയുന്നു. 30,000 വോട്ടിന്റെ ലീഡിന് ജയിക്കുമെന്നൊക്കെ PV അൻവറിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ടെങ്കിലും ആകെ 30,000 വോട്ടുകൾ നേടിയാലും അത് അൻവറിന് വലിയ ആശ്വാസമാണ്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിക്ക് ക്ഷീണം ചെയ്യുമെന്നതാണ് നിലമ്പൂരിലെ അവസാനവട്ട ചർച്ച. PV അൻവർ UDFിന്റെ വോട്ടുകളാണ് പിടിക്കുകയെന്ന് LDF പറയുമ്പോൾ UDF ജില്ലാ നേതൃത്വം തിരിച്ചാണ് പറയുന്നത്. വഴിക്കടവിൽ നിന്നും ചുങ്കത്തറയിൽ നിന്നും UDF വോട്ടുകൾ അൻവർ കൂടുതൽ നേടുമെന്ന് LDF കണക്കൂട്ടുന്നു. CPM കേഡർ വോട്ടുകളെ സ്വാധീനിക്കാൻ അൻവറിനായിട്ടില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. എന്നാൽ അൻവർ സ്വാധീനിക്കുന്നത് CPMലെ ചെറുപ്പക്കാരെയാണെന്നും ആ വോട്ട് സ്വരാജിന്റെ പെട്ടിയിൽ വീഴേണ്ടതായിരുന്നുവെന്നുമാണ് UDF കണക്കൂട്ടുന്നത്. എങ്കിൽ ഏതെല്ലാം രീതിയിൽ അൻവറിന് അനുകൂലമായി അടിയൊഴുക്കൾ ഉണ്ടായെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും ആശങ്കയുമുണ്ട്. 10,000 വോട്ട് വരെ PV അൻവർ പിടിക്കുമെന്ന് LDFും UDFും പ്രതീക്ഷിക്കുന്നു. എന്നാൽ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ വിജയിക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. പിണറായിസ്റ്റിനെതിരായ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ തനിക്കൊപ്പമായിരുന്നുവെന്നും അൻവർ പറയുന്നു. മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകളിലൂടെ വോട്ട് ഷെയർ ഉയർത്താം എന്ന പ്രതീക്ഷയിലാണ് NDA. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ 17,000-ലേറെ വോട്ടുകൾ BJP നേടിയിരുന്നു. ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് BDJSന് സീറ്റ് നൽകുകയും ഒക്കെ ചെയ്ത അനിശ്ചിതത്വത്തിനൊടുവിലായി ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് നറുക്ക് വീഴുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJPയിലെ TK അശോക് കുമാറിന് കിട്ടിയത് 8,440 വോട്ടുകളായിരുന്നു. ഇത്തവണയും ഈ വോട്ട് നിലനിർത്താൻ കഴിയുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്രൻ PV അൻവർ 2,700 വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് നിലമ്പൂരിൽ നിന്ന് കടന്നുകൂടിയത്. കേരളത്തിൽ LDF തരംഗം വീശിയ പിണറായിക്ക് തുടർഭരണം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഭൂരിപക്ഷം 2016-ലെ 11,504 വോട്ടിൽ നിന്ന് കുത്തനെ ഇടിയുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിവർണ്ണമാകാറുള്ള മണ്ഡലം 65,000-ന്റെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവെച്ചും ഇവിടെ UDFിനാണ് മുൻതൂക്കം. 8-ൽ 5-ഉം UDFിനാണ്. വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, കരുളായി എന്നീ പഞ്ചായത്തുകൾ ഐക്യമുന്നണിയാണ് ഭരിക്കുന്നത്. നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല്, അമരമ്പലം എന്നീ പഞ്ചായത്തുകളും ഇടതിനൊപ്പം. 1/4 നൂറ്റാണ്ടോളം കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് കുത്തകയാക്കിയ മണ്ഡലം 2016-ൽ PV അൻവർ ചുവപ്പിക്കുകയായിരുന്നു. ഇത്തവണ PV അൻവർ മുന്നണികളെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി എത്തിയതും മണ്ഡലത്തിൽ പോര് വർദ്ധിപ്പിച്ചിരുന്നു.